കേസുകളുടെ അന്വേഷണ വിവരങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കരുത് എന്ന കർശന നിർദ്ദേശവുമായി സംസ്ഥാന പോലീസ് മേധാവി പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പ്രതികളുടെ കുറ്റസമ്മതം മാധ്യമങ്ങൾക്ക് നൽകരുത്, അന്വേഷണ പുരോഗതി മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധമാക്കരുതെന്ന നിർദ്ദേശം ഈ മാസം 29-നാണ് പോലീസ് മേധാവിയുടെ സർക്കുലർ ഇറങ്ങിയത്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി. അനന്തൻ, ഇപ്പോൾ ഇങ്ങനെ ഒരു സർക്കുലർ ഇറങ്ങാനുള്ള കാരണം എന്താണ്? അഭിലാഷ്, 29-ാം തീയതിയാണ്, ഈ മാസം 29-ാം തീയതിയാണ് സംസ്ഥാന പോലീസ് മേധാവി റവട ചന്ദ്രശേഖരൻ ഒരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. ആ സർക്കുലറിൽ പറയുന്നത് കുറ്റാന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ വാർത്താ സമ്മേളനങ്ങൾ നടത്തിയോ അതല്ലാതെ മാധ്യമങ്ങളിലൂടെയോ അതിൻ്റെ വിവരങ്ങൾ പുറത്തുവിടരുത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കുറ്റസമ്മത മൊഴികൾ, പ്രതികളുടെ കുറ്റസമ്മത മൊഴികൾ പബ്ലിഷ് ആക്കരുത് എന്നുള്ള കർശന നിർദ്ദേശമാണ് ഈ സർക്കുലറിൽ പറയുന്നത്. അതിന് ഈ സർക്കുലർ ഇറക്കാനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നൽകിയ കത്താണ്. ആ കത്തിൽ ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശം ഇത്തരത്തിൽ കുറ്റാന്വേഷണ വിവരങ്ങൾ പുറത്തുവിടുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവുകൾ നേരത്തെ ഉണ്ട് എന്നുള്ളതാണ്. എന്നിട്ടും അത് പല ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ലംഘിക്കുന്നു എന്നാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ അടുത്ത കാലത്ത് ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആ കുറ്റവാളി കുറ്റം സമ്മതിച്ചു എന്ന മട്ടിൽ വാർത്താസമ്മേളനം നടത്തുകയും അതിലെ മൊഴി വിവരങ്ങൾ പുറത്തു പറയുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഈ കുറ്റാന്വേഷണത്തിൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ, മൊഴിയടക്കം പുറത്തു വരുമ്പോൾ അത് കേസിന്റെ ട്രയലിനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്ന പ്രധാന പ്രശ്നം. അങ്ങനെ വരുമ്പോൾ ചില കേസുകളിൽ കുറ്റവാളികൾ ആണ് എന്ന് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അന്വേഷണ ഘട്ടത്തിൽ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയും പിന്നീട് വിചാരണ നടക്കുമ്പോൾ തെളിവുകളുടെ അഭാവത്തിൽ പ്രതിയെ വെറുതെ വിട്ടുകഴിഞ്ഞാൽ പൊതു രോഷം കോടതിക്കും ഒപ്പം തന്നെ അന്വേഷണ ഏജൻസിക്കും എതിരെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി തവണ ഇത്തരം ഈ പ്രസിദ്ധീകരണങ്ങൾ, ഈ അന്വേഷണ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് കോടതി വിലക്കിയിട്ടുണ്ട്. എന്നിട്ടും ഇത് ചില ഉദ്യോഗസ്ഥർ ആ നടപടികൾ പാലിക്കുന്നില്ല എന്നാണ് ഹൈക്കോടതിയുടെ പരാതി. ഇതാണ് ഇപ്പോൾ വീണ്ടും ഒരു സർക്കുലർ മുഖേന ഈ അന്വേഷണ വിവരങ്ങൾ കൈമാറുന്ന വിലക്കിക്കൊണ്ട് DGPക്ക് ഒരു സർക്കുലർ ഇറക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ സർക്കുലർ ഇറങ്ങിയത്. ഈ സർക്കുലറിൽ പറയുന്ന കാര്യങ്ങൾ പാലിച്ചില്ലെങ്കിൽ ആ പാലിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും എന്ന് സർക്കുലറിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കം പ്രധാനപ്പെട്ട കേസുകൾ അന്വേഷണം നടക്കുകയാണ് സംസ്ഥാനത്ത്. അതിനൊപ്പം തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വിവരങ്ങൾ പുറത്തു പോകുന്നത് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി തന്നെ നേരത്തെ കാര്യങ്ങളൊക്കെ രഹസ്യമാക്കിയിരുന്നു. അതിൻ്റെ അന്വേഷണവും ഒപ്പം തന്നെ കോടതി നടപടികളും രഹസ്യമാക്കിയിരുന്നു. മറ്റ് കൊലപാതക കേസുകൾ അടക്കമുള്ള കുറ്റാന്വേഷണങ്ങളിലും ഇതേ നടപടികൾ, അതായത് ഈ വിവരങ്ങൾ പുറത്തുവിടാത്ത രീതിയിൽ അന്വേഷണത്തിന് ശേഷം നടക്കുന്ന വിചാരണയെ ബാധിക്കാത്ത രീതിയിൽ വേണം അന്വേഷണ ഉദ്യോഗസ്ഥർ പെരുമാറാൻ എന്നാണ് ഇപ്പോൾ ഈ സർക്കുലറിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അഭിലാഷ്, ആർ അനന്തകൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. DGP സർക്കുലർ ഇറക്കിയിരിക്കുന്നു. അന്വേഷണ വിവരങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുന്നത് വിലക്കിക്കൊണ്ടാണ് ഈ സർക്കുലർ.